ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. ഇപ്പൊ സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. ഞാൻ ഇപ്പൊ എന്ത് കൊപ്രായ കാണിക്കാൻ പോണതല്ലേ, ഇന്ന് ഞങ്ങൾ ബാൻഫ് പോവാണ്. കഴിഞ്ഞ 3 years ആയിട്ട് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ബാൻഫ്. ബാൻഫിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. ബാൻഫ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ടൗൺ ആണ്. നമ്മുടെ കാനഡയിൽ തന്നെ എല്ലാവരും, ലോകത്തിന്റെ പല സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാരും മസ്റ്റ് വിസിറ്റ് ആയിട്ട് വയ്ക്കുന്ന ഒരു പ്ലേസ് ആണ് ബാൻഫ്. അപ്പോ അതാണ് എനിക്ക് ഇന്നത്തെ ബ്ലോഗ്. ബാൻഫ് അല്ല, ഞാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ബാൻഫിന്റെ ഷോർട്സ് ഇടാം. ബിക്കോസ് നമ്മുടെ എക്സ്ട്രോവേർട്ട് മല്ലു പുള്ളി ഇന്ന് ബാൻഫ് വ്ലോഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ അടുത്ത് ആ ഭാഗത്ത് വരരുതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ അത് ഫോക്കസ് ചെയ്യത്തില്ല. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞ് ബാൻഫ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ കാൽഗറി പോകുന്നുണ്ട്. കാരണം വീട്ടിലോട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാൻഫിന്ന് കാൽഗറി പോകും. കാൽഗറിയിൽ ഐക്കയിൽ പോകാനാണ് പ്ലാൻ. ഐക്യ ചെന്ന് കുറച്ച് ഹോം ഷോപ്പിംഗ്സ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു ട്രിപ്പ് ഒരു ബ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു. എന്റെ പല്ല് മഞ്ഞിച്ചിരിക്കണല്ലോ ചെറുതായിട്ട്. ഈ മൈൻഡാക്കണ്ട, കാരണം എന്റെ പല്ല് മഞ്ഞായതുകൊണ്ടല്ല, ഞാൻ ഇൻവിസിലൈൻ ഇട്ടുണ്ട്. എന്റെ പല്ലിന് പണ്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇൻവിസിലൈൻ ഇട്ടു. ലെറ്റ്സ് ഗെറ്റ് റെഡി. ഞാൻ ഓൾറെഡി സ്കിന്നിനുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഈ ഇടയായിട്ട് കണ്ടോ എന്റെ മൊത്തം അപ്പടി കുരു വന്നേക്കുന്നു. പിമ്പിൾസിനൊക്കെ എന്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഇന്ന് വന്നേ തീരും എന്നുള്ളതിലാണ് മറ്റിലാണ്ടിരിക്കുന്നത്. എനിക്ക് നമുക്ക് മൈൻഡ് ആക്കണ്ട, കൂടുതൽ മൈൻഡ് ആക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ സങ്കടം പോകും. സൺസ്ക്രീൻ ദിസ് ഇസ് മൈ സൺസ്ക്രീൻ. പ്രൈമർ കളർ കറക്റ്റർ. പണ്ട് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഫൗണ്ടേഷൻ വെറുതെ തേച്ച് കൂട്ടി വരുന്നതാണ് എന്റെ പിഗ്മെന്റ്. ഞാൻ വേറൊരു സാധനം മേടിച്ചു നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കുഷൻ ഫൗണ്ടേഷൻ. ഒടുക്കത്തെ കവറേജ് ഒക്കെ എന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് ട്രൈ ദിസ്. ഞാൻ ഇതോടെ ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങളും വേണമെങ്കിൽ വാങ്ങിച്ചോ. നിങ്ങളുടെ വേറൊരു പ്രത്യേകത പറയുന്നത്, ഇതിന്റെ നമ്മുടെ ഷെയ്ഡ് കണ്ടെത്തുന്ന എങ്ങനെയാണെന്നറിയോ? ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ എഫക്ട്, ഇവരുടെ എഫക്ട് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഷെയ്ഡ് മാച്ച് ചെയ്യുന്നത്. സോ അപ്പൊ ഞാൻ കൂളാണ്. സോ നിങ്ങൾ പോയി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. മേടിക്കണം എന്നില്ല, എന്നാലും നമുക്ക് അതിന്റെ ഒരു ഷെയ്ഡ് മാച്ചിങ് ഭയങ്കര അടിപൊളിയാണ്. You can see the coverage. പൊട്ടിയുടെ പോലെ ഉണ്ട്. എന്നാലും നമുക്ക് മുടി കഴിച്ചിട്ട് ബാക്കി സെറ്റപ്പ് ചെയ്ത് ഇടുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും. അത് അങ്ങനെ നേരെ വന്ന കാരണമാണ്. ഞാൻ ഇതൊന്ന് ഇത്തിരി കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇപ്പൊ കണ്ട കോക്കന്റെ പോലെ, ബട്ട് വെയിറ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പോയി നമ്മൾ കോക്കന്റെ പോലെ ബാക്കിയൊക്കെ പരിപാടി ചെയ്തിട്ട് എൻഡ് റിസൾട്ട് മാത്രം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട് കഴിക്കാൻ കണ്ട. ഇപ്പൊ എന്റെ ഫൗണ്ടേഷൻ ഏകദേശം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നുന്നില്ലേ? പൊട്ടിയുടെ പോലെ ഉണ്ടെന്നാലും ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പോണത്. സോ ലെറ്റ്സ് ഹെഡ് ടു ബാൻഫ്. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോ റെഡിയായി. ഇത് കോക്കോയുടെ കാൽ കോക്കോയിനും കൊണ്ടുകൊണ്ട് കോക്കോ ടാറ്റ പറയൂ, നമ്മൾ ടാറ്റ പോവാണ്. കോക്കോനെ ഞാൻ കാറിലാക്കി. ഇതേ ഇരിക്കുന്നു കോക്കോ. Come on, focus. This is Kate and Milan. നമസ്കാരം. നമ്മുടെ ബിരിയാണി റിവ്യൂ ഓൾറെഡി, ബിരിയാണിയുടെ വീഡിയോ നമ്മൾ ഇതുവരെയും എഡിറ്റ് ചെയ്തിട്ടില്ല. സോ അത് വരുമോന്ന് അറിയത്തില്ല. വരാണെങ്കിൽ അവരെ വീണ്ടും കാണാം. യെസ്, വലിയ പുള്ളികളാണ്. നോക്കി, ഫോർറണ്ണർ സീൻ ടൊയോട്ട ഫോർറണ്ണറിലൊക്കെയാണ് പോക്ക്. അപ്പൊ ഞങ്ങള് യാത്ര ആരംഭിച്ചു. ഞങ്ങളിപ്പോ ബാൻഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കനേഡിയൻസിന്റെയും യാത്രയുടെ തുടക്കം ടിമ്മിനാണല്ലോ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ടിമ്മിന്ന് ഒരു കാപ്പി കുടിച്ചിട്ട് ഇവിടെ ആരംഭിക്കാം ശുഭായിട്ട്. സോ നമ്മളെ ടിം എത്തി. അപ്പൊ ടിമ്മിന്ന് അക്കു ഫ്രഞ്ച് വൈനിലാണ് മേടിച്ചത്. കാനഡ വന്നിറങ്ങുന്ന എല്ലാവരും ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പറയുന്ന ഒരു ഐറ്റമാണ് ഫ്രഞ്ച് വൈനില്.
ബിക്കോസ് അത് നല്ല സ്വീറ്റും ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ ജസ്റ്റ് മീഡിയം കോഫി, 2 മിൽക്ക് 2 സ്വീറ്റ്നർ. കഴിക്കാനായിട്ട് ചിക്കൻ ബേക്കൺ റാഞ്ച്, ക്രിസ്പി ചിക്കൻ ബേക്കൺ റാഞ്ച്. അത് റാപ്പാണ്. റാപ്പും അക്കുമാൻ മേടിച്ചത് പിൻഡിയോസ്, അനിയൻ പിൻഡിയോസ്, അതാണ് അക്കുമാൻ മേടിച്ച. നല്ല സേബറി സ്നാക്കാണ്. സോ എന്റെ മഞ്ഞപ്പള്ളി കറക്റ്റായിട്ട് കാണാല്ലേ, സാറില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, അധികം ചിരിക്കാണ്ട് നോക്കാം. നമ്മുടെ ട്രിപ്പ് ഓൺ. നമ്മളിനി നേരെ ബാൻഫിലോട്ട്. ഞങ്ങൾ ഹിൻടണിൽ നിന്ന് ഇറങ്ങി നേരെ ജാസ്പർ ത്രൂ ആണ് കേട്ടോ കാൽഗറി പോകുന്നത്. അപ്പോൾ ജാസ്പർ എത്തിയപ്പോഴാണ് ഈ ഒരു വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ ജൂലൈ 28 ജാസ്പറിൽ ഫയർ വരുന്നത്. വൈൽഡ് ഫയർ കാരണം കത്തിപ്പോയ പാർട്സ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒരു ഫ്രോസൺ ലേക്കാണ്. നിങ്ങൾക്കാർക്കും വിശ്വാസമായില്ലെങ്കിൽ ഇത് മൊത്തം ഒരു ലേക്ക് ഫ്രോസൺ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ആൾക്കാരൊക്കെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാണ്. ഫൈനലി നമ്മൾ ബാൻഫ് എത്തിയിരിക്കുകയാണ്. കോക്കോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്ഥലങ്ങളൊക്കെ കണ്ട് അവൾക്ക് മനസ്സിലായി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവൾ കരച്ചിൽ തുടങ്ങും. കണ്ടില്ലേ അതെന്നെ. ഇതാണ് നമ്മുടെ ബാൻഫ് ടൗൺ. ബാൻഫ് ഡൗൺ ടൗണിൻ്റെ ഒരു വ്യൂ ആണ്, നൈറ്റ് ടൈം വ്യൂ ആണ്. ആക്ച്വലി ഞങ്ങൾക്ക് മൊത്തം കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. മോർണിംഗ് ഒന്നും അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു തരാണ്. ഈ മേലെ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് സൈക്ക. ബാൻഫിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. ഒരു മലയാളി ചേട്ടൻ, നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഇത് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ഫുഡാണ് അവിടെ. നല്ല നാടൻ ബീഫ് റോസ്റ്റ് കിട്ടും. ചേട്ടൻ പൊറോട്ട മെനുവിലേക്ക് ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ആഡ് ചെയ്തെന്ന് അറിയത്തില്ല. ഞങ്ങൾ കുറേ കാലമായി വന്നിട്ട്, അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കയറണം. അപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളൊക്കെ ബാൻഫ് വിസിറ്റ് ചെയ്യാൻ വരാണെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോ സൈക്കിലോട്ട്. അടിപൊളി ഭക്ഷണമാണ്. എത്ര കണ്ടാലും മടുക്കാത്തൊരു വ്യൂ ആണ് കേട്ടോ ഈ ബാൻഫ് ടൗണിൻ്റെ. അത് എത്ര നൈറ്റ് ടൈം ആയാലും മോർണിംഗ് ആയാലും അടിപൊളിയാണ്. ഞാൻ എത്രത്തോളം എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കാണണം. പണ്ടൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ കാണുന്ന ക്രിസ്മസ് ടൗൺ അങ്ങനെയൊക്കെയുള്ളൊരു വൈബാണ് ഇതിൽ കൂടെ പോയപ്പോൾ എനിക്ക് കിട്ടിയത്. ക്ലിയർ ആണോന്ന് അറിയത്തില്ല, ബട്ട് നമ്മൾ ഫെയർമോണ്ട് എത്തി. ഞാൻ ഇനി അടുത്തത് ഫെയർമോണ്ടിന്റെ വ്യൂ കാണിച്ചു തരാം. ഇത് ആക്ച്വലി മോർണിംഗ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എന്തായാലും മോർണിംഗ് ഞങ്ങൾ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. ഇപ്പൊ തൽക്കാലം നമുക്ക് രാത്രി അത്ര ക്ലിയർ അല്ല. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവാം. നമ്മൾ ബാൻഫ് ഫെയർമോണ്ടിലെത്തി. ഇതാണ് നമ്മുടെ ബാൻഫ് സ്പ്രിങ്സ്, അങ്ങനെയാണ് പറയുന്നത്. ബാൻഫ് സ്പ്രിങ്സ് ഹോട്ടൽ എന്നാണ് പറയുന്നത്, ബട്ട് ഇത് ഫെയർമോണ്ടിന്റെ അണ്ടറാണ്. സോ ഇത് ആക്ച്വലി ഭയങ്കര ലക്ഷ്വറിയസ് ആണ്. നിങ്ങൾക്ക് ഡെക്കറേഷൻസ് ഒക്കെ നോക്കി തന്നെ കാണും. ഭയങ്കര അടിപൊളിയായിട്ട്. ഡിസംബർ ആയതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും മൊത്തം ഒരു ക്രിസ്മസ് വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഗേജൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ വിട്ടത് എന്തെങ്കിലും കഴിക്കാനാണ്. ഫെയർമോണിൽ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ റെസ്റ്റോറൻ്റ് ആണ് വെർമിലിയൻ റൂം. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഗ്രിൽഡ് ഒക്ടോബസ്, ബീഫ് ടർട്ടർ, അതായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് എടുത്തത്. പിന്നെ ഞാൻ മെയിൻ കോഴ്സായിട്ട് ചൂസ് ചെയ്തത് ഈ കാണുന്ന സീ ഫുഡ് ടവറാണ്. അതിൽ ഓയിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ സാൽമൺ ടാർട്ടർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ സ്കാലോപ്സ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരുന്നു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നലത്തെ ഡിന്നർ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ചെക്കൗട്ട് ഡേ ആണ്. അപ്പം ഇനി ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് കാൽഗറിയിലോട്ടാണ്. കാൽഗറി പോയിട്ട് ഐക്യ പോകണം, കോസ്കോ പോകണം, അങ്ങനെ ഒരുപാട് പരിപാടീസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും കുഞ്ഞു കുഞ്ഞു ഷോർട്സൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ വീട്ടിലേക്കുള്ള പർച്ചേസസ് എന്തൊക്കെയാണെന്നൊക്കെ കാണിക്കാം ഓൺ ദ വേ. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് കയറി. അപ്പോൾ നേരം വൈകി. അപ്പൊ ഇന്ന് ഞങ്ങൾ തിരിച്ചു റിട്ടേൺ ഉണ്ടാവില്ല. നാളെ കാലത്ത് കോസ്കോയിലും കൂടി കയറിയിട്ട് പോകാനുള്ള പ്ലാനാണ്. സോ ലെറ്റ്സ് ഗോ ടു ഐക്യ. അക്കുമോനുണ്ട്, ഒരു ഹായ് പറയൂ. ഹലോ. നിങ്ങൾക്ക് ഐക്യ പോവാം. പക്ഷെ ഞങ്ങള് വിശക്കണ കാരണം ആദ്യം തന്നെ ഹോട്ട് ഡോഗ്, ബീഫ് ഹോട്ട് ഡോഗ് ചെയ്യാണ്. അപ്പൊ ദൈവമേ ഇതെന്തോന്ന് കത്തിച്ചു കഴിഞ്ഞാൽ
നിന്റെ എത്ര? എന്റെ ഒരെണ്ണം ഇട്ടാ മതി. അത് ഹാഫില്ലല്ലോ, അപ്പൊ ഒരെണ്ണം മതി. എന്റെ പഞ്ചസാര എന്റെ പായസമായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ നിതിൻ സാർ, നാണക്കാരനാണ്. സോ ഞാൻ ഒരു ഐക്യല് ഇത് ഫോക്കസ് ആവത്ത് ഐക്യല് മിണ്ടാണ്ട് ഞാൻ പറയട്ടെ. ഐക്യല് റോസൻ യോഗട്ട് ഐസ്ക്രീം പോലെയൊക്കെ ഉണ്ട്. നമ്മുടെ എന്തുപോലെ നമ്മുടെ വനിലക്കോൺ പോലെ ഉണ്ട് നമ്മുടെ മെക്ഡിയിലത്തെ. കണ്ടോ, ഇതാണ്. ഇപ്പൊ ഇത് താഴത്തേക്കും വീഴും. ഞാനിത് കഴിക്കട്ടെ, ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. ഇവൾക്ക് റീടേക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഞാൻ ഉദ്ദേശിച്ച ഈ നീല നീയോ വോയിസ് അങ്ങനെ നമ്മുടെ ഐക്യ ഷോപ്പിംഗ് തീർന്നു. കാശൊക്കെ തീർന്നു. ഈ ദാരിദ്ര്യത്തിന്റെ വക്കിലാണ്. ഇനി നമുക്കത് വീട്ടിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പൊ നമ്മൾ ഐക്യ ഷോപ്പിംഗ് കഴിഞ്ഞു. വണ്ടി നിറച്ച് സാധനങ്ങൾ. ഇനി ഇതൊക്കെ വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്യണം. അടുത്തത് ഞങ്ങൾ പോകുന്നത് ചിനൂക്കിലോട്ടല്ലേ. സോ നമ്മൾ CF ചിനൂക്ക് സെന്ററിലെത്തി. ഇത് കാൽഗറിയിലുള്ളൊരു മാളാണ്. ഇതുപോലെ തന്നെ 2-3 മാളുകളുണ്ട് ഇവിടെ. സോ ഇതും ഒരു പോപ്പുലർ ആണ്. പിന്നെയുള്ളത് ക്രൊസൈൻ മിൽസ് ആണ്. നമ്മുടെ ഒണ്ടാരിയോയില് ടൊറന്റോ ഒക്കെ ഉള്ളവരൊക്കെ മറ്റേ നമ്മുടെ അതേതാടാ വോൺ മിൽസിന്റെ സെയിം ഇതായിരിക്കും, കമ്പനി ആയിരിക്കും. അതെ. ഇതിപ്പോ CF ചിനൂക്ക് സെന്റർ എന്ന് പറഞ്ഞാൽ CF ടൗൺ സെന്റർ ഇല്ലേ, അതിന്റെ പോലെ സെയിം കമ്പനി ഓൺ ചെയ്യുന്നതാണ് ചിനൂക്ക് സെന്റർ. CFC. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്രൊസൈൻ. ഓക്കെ, മനസ്സിലായില്ലേ ഗൈസ്? നമ്മൾ ചിനൂക്കിലേക്കാണ് വന്നേക്കുന്നത്. കാരണം ഐക്യയുടെ അടുത്ത ചിനൂക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചിനൂക്കിലോട്ട് പോകും. ഇനി ചിനൂക്കി കയറിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കട്ടെ, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ട്രയൽ ചെയ്യുന്നത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ CF ചിനൂക്ക് സെന്റർ. നന്നായി വിശക്കുണ്ട്. കാലത്ത് ഞങ്ങൾ ആകെ കൂടെ ഒരു A&W ബർഗർ കഴിച്ചുള്ളൂ. ഇപ്പൊ നല്ല മന്തി കഴിക്കാനുള്ള മൂഡാണ്. ഇത് കഴിഞ്ഞിട്ട് മന്തി കഴിക്കാൻ പോവാൻ സമയമുണ്ടോ നോക്കട്ടെ. എന്നാലും ഈ മന്തി കൂടി കഴിച്ചു കഴിഞ്ഞാൽ ദിവസം. അപ്പോൾ ഇതാണ് നമ്മുടെ മോളിൻ്റെ ഇൻസൈഡ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ റെയിൻഡിയറിനെയൊക്കെ കാണാൻ. അപ്പോൾ അതിനുശേഷം അക്കുമോൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ട്രൈ ഔട്ടൊക്കെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ 2-3 ജോഡി ഡ്രസ്സൊക്കെ എടുത്തു. അതാണ് ഈ കാണുന്നത് ട്രയൽ റൂമിൽ സർക്കസ്. ഈ വീഡിയോൻ്റെ ഓഡിയോ അത്ര ക്ലിയർ ആയിരിക്കത്തില്ല, കാരണം ഞാനിത് മൈക്ക് വെച്ചല്ല എടുത്തത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ AI ടൂൾ ഉപയോഗിച്ചാണ് ക്ലീനപ്പ് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അതുകൊണ്ട് ചെറിയൊരു എക്കം ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഫൈനലി ഡ്രസ്സ് എടുത്തു. ഈ ഡ്രസ്സ് ഞാൻ പിന്നെ ഓപ്പൺ ചെയ്ത് ഇട്ട് കാണിച്ചു തരാം നാളെ. അക്കമാൻ ഡ്രസ്സ് എടുത്തോ? അക്കമാൻ ചുമ്മാ പറയുന്നതാണ്. ലോഡ് ഡ്രസ്സ്. ആഷ്ലി നോക്കൂ, സുന്ദരിയായിണ്ട്. ഇത് യൂട്യൂബിൽ വരട്ടെ കാണിച്ചു. ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. വിശന്ന് ഒരുങ്ങിയിരിക്കുന്നുണ്ട്, പക്ഷേ കടകളൊക്കെ അടച്ചു തുടങ്ങി. അതാണ് കാൽഗറിയുടെ പ്രത്യേകത. 10 മണിയാകുമ്പോൾ എല്ലാം അടയ്ക്കും. ഒരു 9 മണിയാകുമ്പോൾ മറ്റേ ഡൈനിങ് സെലോറ മന്തിക്കട ആയിരിക്കും. മന്തി കഴിക്കാനാണ് മൂഡ്, പക്ഷെ മന്തി ഞങ്ങൾ തപ്പിപ്പോകുന്നു. മന്തി കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഈ ട്രീയോടുകൂടെ ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തത് ഫുഡടി. ഒരു ദിവസത്തെ മൊത്തം ഓട്ടം കഴിഞ്ഞ് ആകെ തളർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്തി കഴിക്കാനായിരുന്നു മൂഡ്. അപ്പം ഞങ്ങൾ വന്നത് സൊളാര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. സൊളാര എന്ന് തോന്നുന്നു. അവിടെ വന്ന് ഞങ്ങൾ മന്തി കഴിച്ചു. അപ്പോൾ അവിടെ വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ടായിരുന്നു. മന്തി റൈസ് ഉണ്ടായിരുന്നു, ഈ നടുവിൽ കാണുന്ന ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് കപ്സ റൈസ് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അപ്പം ഞാൻ ബിരിയാണി ആൻഡ് മന്തി റൈസാണ് ട്രൈ ചെയ്തത്. എല്ലാം അടിപൊളിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ലാമ്പ് തീർന്നു പോയി, കാരണം ഞങ്ങൾ ചിക്കൻ മേടിച്ചത്. ഞങ്ങൾക്ക് മന്തി എന്ന് പറഞ്ഞാൽ ലാമ്പ് മന്തി ഭയങ്കര ഇഷ്ടമാണ്.
പുള്ളിക്കാരൻ ഞാൻ വീഡിയോ എടുക്കണ കാരണമാണെന്ന് അറിയത്തില്ല, ഭയങ്കര സ്നേഹവും എല്ലാം വാരിക്കോരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മെബിനും ആഷ്ലും പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു അവരുടെ അടുത്തുനിന്നാണ്. അപ്പം ചിലപ്പോൾ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കണ കാരണമായിരിക്കാം എല്ലാം കുറച്ചധികം വാരിക്കോരി തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ലാമ്പ് തീർന്ന കാരണം ലാമ്പിന്റെ ഗ്രേവി വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കുടം നിറയെ ലാമ്പിന്റെ ഗ്രേവി എടുത്ത് തന്നു. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്യാവശ്യം കുറെ പീസസും ഉണ്ടായിരുന്നു ലാമ്പിന്റെ. അത് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ ആഷ്ലിക്ക് കുറച്ച് ഹമസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഹമസും കൂടെ ആ പുള്ളിക്കാരൻ എക്സ്ട്രാ, ഐ മീൻ വേറെ ഒന്നും ചാർജ് ചെയ്തില്ല. പക്ഷെ അടിപൊളി സർവീസ് ആയിരുന്നു ഈ കാണുന്ന പുള്ളി. എനിക്ക് തോന്നുന്നു പുള്ളി ഓണറാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങളിങ്ങനെ വയറ് നിറയെ മന്തി കഴിച്ചു. ഇപ്പൊ ഒരു സമാധാനം. ആ പ്ലേറ്റ് അങ്ങോട്ട് നോക്കൂ ഗൈസ്, എന്തായാലും ആ ചിക്കനൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? ഇപ്പൊ തന്നെ കൊതിയാവുന്നു. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് അന്നത്തെ മന്തിയുടെ ടേസ്റ്റ് ഓർമ്മ വരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഫ്രീ ടർക്കിഷ് ടീ ആണോ ഇനി അറബിക് ടീ ആണെന്ന് അറിയത്തില്ല, ഫ്രീ ആയിട്ടൊരു ചായ കിട്ടുന്നത്, നല്ല സിന്നമൺ ഫ്ലേവർ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർത്തിയാക്കി. വേറൊരു ഔട്ട്രോ ഞാൻ എടുത്തില്ല. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.